Hi guys, welcome back to my channel Godzilla Minus One. ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്, ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്. അതിനും കാത്തിരുന്നപ്പോഴാണ് ഈ പടത്തിന് ഓസ്കാർ കിട്ടിയത് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഷോ എന്തൊരു മിസ്സായിരുന്നു. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ പടം റിലീസ് ചെയ്തില്ല? അതൊരു ഭയങ്കര ഒരു ചോദ്യമായിരുന്നു. കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ അങ്ങനെയാണ് ഈ സിനിമ ആക്ച്വലി ഇറങ്ങാനിരുന്നത്. ഇറങ്ങി, പക്ഷെ ഇന്ത്യയിൽ ഈ പടം റിലീസ് ഇല്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഭയങ്കര മോശമായി പോയി തിയേറ്ററിൽ ഇറങ്ങാത്തത് ഇന്ത്യയിൽ. പിന്നെ പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങും അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കണ്ടു. അപ്പം പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, തരക്കേടില്ലാത്ത നല്ലൊരു പടമായിരുന്നു. ഓസ്കാർ VFX ആ ഒരു എമൗണ്ടിന് അവർ ചെയ്തിട്ടുള്ള വർക്ക് ഗംഭീരം തന്നെയാണ്. പിന്നെ ഇതിലത്തെ മെയിൻ ഡയറക്ടർ എന്ന് പറഞ്ഞ ടക്കാഷി യമാസാക്കി എന്നാണ്. പിന്നെ ഡയറക്ടർ റിട്ടേൺ ടിയോക്കോ സുയിബ. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, എഴുതി വെച്ച് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആക്ടേഴ്സിന് എടുത്ത് പറയാം കേട്ടോ. കാരണം ഈ ആക്ടേഴ്സ് ഇവരുടെ ആ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല. അത് എല്ലാവരുടെയും ആ മെയിൻ ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. റിയൂൻസുക്കെ, മിനാമി, യുക്കി, മുനേടാക്ക, ഹൈടാക്ക എന്ന് പറഞ്ഞ ഇവരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കിട്ടില്ല പെർഫോമൻസ് ആണ്. പിന്നെ മ്യൂസിക് വന്നിട്ട് നോയ്ക്കി സാത്തോ എന്നാണ് ഇവരുടെ മ്യൂസിക് ഡയറക്ടർ. ആക്ച്വലി ഇവരുടെ ഒക്കെ പേര് ഞാൻ നോട്ടീസ് ചെയ്തിട്ടൊന്നുമല്ല, എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ പറഞ്ഞതാണ്. ഇനി ഗോഡ്സിലേക്ക് വരാം. ആദ്യത്തെ ഫസ്റ്റ് ഗോഡ്സിലെ കാണിക്കും. പടം തുടങ്ങി ഒരു 2 മിനിറ്റ് ഗോഡ്സിലെ കാണിക്കും. ഞാൻ അപ്പോൾ വിചാരിച്ചത് എന്തോ കാണിച്ച് വെച്ചേക്കണേ, ജുറാസിക് പാർക്കൊക്കെ ആണെങ്കിൽ എന്ത് ഭേദമായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഗോഡ്സില ഇനി കുറച്ചും കൂടെ വലുതാവാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള സംഭവം. ഇത് ആക്ച്വലി കാണിച്ചിരിക്കുന്നത് ജാപ്പനീസ് World War II ആ സമയത്ത് അവിടെ ഇങ്ങനത്തെ ഒരു മോൺസ്റ്റർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഗോഡ്സില കുറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ മറ്റേ ഗോഡ്സിലായിട്ട് ഗോഡ്സിലായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒരു നടത്തും, ആ ഒരു മൂവ്മെൻറ്റ്സ് ആയാലും, ആ റോറിങ് സൗണ്ട് ആയാലും എല്ലാം, അതിൻ്റെ വാലുൾപ്പെടെ എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട നമ്മുടെ പഴയ ഗോഡ്സില തന്നെയാണ്. വിച്ച് മീൻസ് നമ്മുടെ കോങ് ഗോഡ്സില തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതെനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവെന്നോ അങ്ങനെ വലിയ മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ആ ഒരു നടത്തമൊക്കെ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഈ ഗോൾസിൽ കാഴ്ചയിൽ ഓടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പയ്യെ നടക്കുന്ന തന്നെ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റോമിക് പവർ, അത് ഒരു രക്ഷയില്ല. എടുത്ത് പറഞ്ഞു കേട്ടോ. അതിൻ്റെ അറ്റോമിക് പവർ, അറ്റോമിക് ബ്രീത്ത്, ആ ഒരു വായുന്ന പവർ പുറത്തു വിടുന്ന സാധനം, അതും ഒരു രക്ഷയില്ല. അത് അന്യായ സാധനം തന്നെയാണ്. ആ ഒരു പവർ വാലിന്ന് ജനറേറ്റർ വന്ന് ആ ഒരു അറ്റോമിക് വിടുന്നത്, അത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ ഗോഡ്സിൽ ആക്ച്വലി നമ്മുടെ വൂൾവറിൻ വെപ്പൺ എക്സിന്റെ ആ ഒരു പവറാണ് ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീലാവും. എന്ത് വെച്ചാലും പെട്ടെന്ന് ഹീലാവും ഈ ഗോഡ്സിലേക്ക് അങ്ങനെ. പിന്നെ ഈ ഗോഡ്സിലെ സ്വിമ്മിങ്, നീന്തുന്നത് ആയാലും അതൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര രസവും എന്നൊന്നും നമുക്ക് എഡ്ജ് ഓഫ് ദി സീറ്റ് ആണ് എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിപൊളി പോരട്ടെ. ആ ഒരു ഇതിൽ കുറെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. ആ ഈ ഗോഡ്സിൽ എൻറ്റയർലി ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഗോഡ്സാണ്. എല്ലാത്തിനെയും മനുഷ്യന്മാർ തിന്നത്തില്ല, വാണ്ട് വലിച്ചങ്ങ് എറിയത്തേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾസ് ബ്രദേഴ്സിന്റെ ഗോഡ്സിലെ ആക്ച്വലി നല്ലോണം ഓടും. പിന്നെ ഒരു ആക്ഷൻ മൂവ്മെന്റ്സ്, ആ കണ്ണായാലും ഭയങ്കര നല്ലൊരു ഒരു എൻറ്റയർലി ഒരു മോൺസ്റ്റർ ആണ് എന്ന് നമുക്ക് കണ്ടു തോന്നും. പക്ഷെ ഇത് നടക്കുന്നുണ്ട് ചില സമയത്തൊക്കെ നമുക്ക് ആ പഴയ ഒരു ബൊമ്മ ഫീൽ തന്നെ നമുക്ക് കിട്ടും. ചില സമയത്തൊക്കെ ചില മൂവ്മെന്റ്സ് ഒക്കെ കൊള്ളാം ഇങ്ങനെ തോന്നും. പക്ഷെ ചിലതൊക്കെ വീണ്ടും ആ ഒരു ജാപ്പനീസ് ആണ് ആക്ച്വലി ഗോഡ്സിൽ ഇൻവെന്റ് ചെയ്തത്. ആ പഴയ നിങ്ങൾക്ക് ആ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും പഴയ ഗോഡ്സിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ചില സീൻസൊക്കെ ഇനി അതിന്റെ മെമ്മറീസ് ഇതിൽ കൊണ്ടുവന്നതായിരിക്കാം ചിലപ്പം. പക്ഷെ അതെനിക്ക് ചെറുതായിട്ടൊരു ശോകം പോലെ തോന്നി. ബട്ട് പടം അങ്ങനെ വലിയ ഹൈപ്പിലായിട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചത്ര ഒന്നുമില്ല. ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചത് കൊണ്ടായിരിക്കുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഓസ്കാറും കിട്ടിയ ശള്ളയെ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന് കണ്ടതാണ്. പക്ഷെ
ഇതിൽ ഗോഡ്സില വരുന്ന ആക്ച്വലി ഒരു 3 സീനിനോ 4 സീനിനോ മാത്രമേ ഗോഡ്സില വരുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഈ ആൾക്കാർ അവരുടെ ആ ഒരു മെയിൻ ആക്ട്രസിൻ്റെ ഒക്കെ അവരുടെ ലൈഫിലെ സ്റ്റോറി പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഗോഡ്സില ചെറിയൊരു ഭാഗമാവുന്നുണ്ട് അല്ല ക്ലൈമാക്സിലൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടാണ്, പോസിറ്റീവായിട്ടൊന്നും അല്ല. ഇത് ഈ ഗോഡ്സില ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര നെഗറ്റീവാണ്. അപ്പം ആ പഴയ ജാപ്പനീസിൻ്റെ ആ പഴയ ഗോഡ്സിലെ തന്നെ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലോണം. പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഈ ചുരുങ്ങിയ എമൗണ്ടിൽ ഇങ്ങനെ VFX ചെയ്ത് അതിനെ സമ്മതിച്ചു കൊടുക്കും. അത് നിസ്സാര കാര്യമല്ല, അത് കിഡിലെ സംഭവമാണ്. കാരണം അവഞ്ചേഴ്സ്, മാർവൽസ് ഒക്കെ കണ്ടു പഠിക്കണം ആ ചുരുങ്ങിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഹോളിവുഡിൽ. സോ ഇതിൽ ആ ജാപ്പനീസുകാരായിട്ട് എഫേർട്ട്, പിന്നെ നമ്മുടെ ആദ്യ പുരുഷനൊക്കെ പറയാം 700 കോടി വെച്ചേക്കണം അതിനൊക്കെ. സോ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന പണി ചില്ലറ പണിയല്ല, നല്ല പണി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്കാർ ഡിസർവിങ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിന് എനിക്ക് ആ ഒരു ഗോഡ്സിൽ അങ്ങോട്ട് ഫുൾ സാറ്റിസ്ഫൈ ആയത്. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതിനുള്ള സാധനം അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഗോഡ്സിൽ നിങ്ങൾ ഇല്ലാതാക്കിയല്ലോ തോന്നി ക്ലൈമാക്സിലൊക്കെ. പക്ഷെ എങ്ങനെ വേണ്ടേ ഗോഡ്സിലേക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു പോസിറ്റീവ് റോള് കൊടുക്കാമായിരുന്നെങ്കിൽ എനിക്ക് കുറേ തോന്നിപ്പോയി. പക്ഷേ ആ ജാപ്പനീസുകാർ അവരുടെ ഒരു കാര്യങ്ങളിലും അതൊക്കെ വെച്ച് നല്ല, പക്ഷെ അവിടെ പെർഫോമൻസിലാണ് അവർ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിന്, ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിൽ. എനിവേ ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഒരു പ്രാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് എനിക്ക്. അങ്ങനെ കാരണം ആ വാർഹോഴ്സിലെ ഗോഡ്സില ഇപ്പോൾ ഇറങ്ങിയ റീസെൻ്റ്ലി ഇറങ്ങിയ കോങ് വേഴ്സസ് ഗോഡ്സ് ഇപ്പോൾ ഇറങ്ങിയില്ലേ, ന്യൂ എംപയർ. അതിപ്പം നെറ്റ്ഫ്ലിക്സിൽ വന്നാലും പ്രൈമിൽ ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര രസമാണ്. അത് നമ്മളെ ഓരോ മിനിറ്റോടും നമ്മളത് ആകർഷിച്ചുകൊണ്ടിരിക്കും. മേ ബി ചിലപ്പോൾ ഇതൊരു തുടക്കമായിരിക്കാം, ചിലപ്പോൾ അടുത്ത് ഇറങ്ങുന്നതിലും ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പ്രതീക്ഷിക്കാം കേട്ടോ. തുടക്കം കൊണ്ടായിരിക്കാം ഞാൻ കൂടുതൽ, കാരണം നമ്മൾ 2014 ഇറങ്ങിയ ഗോഡ്സില പോലും നമ്മളെ വളരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതും കൂടെ നോട്ട് ചെയ്യണം. പിന്നെ അത് കോങ്ങുമായിട്ട് ലിങ്ക് ആയപ്പോഴാണ്, ലിങ്ക് ഓഫ് ദ ലിങ്ക് ആയപ്പോഴാണ് പിന്നെ അതങ്ങ് കയറി കൊളുത്തിയത്. ചിലപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ലിങ്ക് ഓഫ് ദ ലിങ്ക് വരാൻ ചാൻസ് ഉണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം എന്തായാലും. പക്ഷേ സംഭവം കൊള്ളാം, ഒരു രസമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അതിനുണ്ടെന്നുള്ള കാര്യം. അടുത്ത പാർട്ട് ഇറങ്ങുവാണെങ്കിൽ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് റഹ്മാൻ, എല്ലാം ആവട്ടെ. ബൈ.